മുത്തശ്ശിയേ, ഇന്ന് എന്ത് സംരക്ഷണത്തിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്? സൗന്ദര്യം തന്നെയാണോ? ആ, നമുക്കേ കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ കറുപ്പ് നിറം വരില്ലേ, അതെ അതെ, മാറ്റിയെടുക്കാനുള്ള ഒരു ഒറ്റമൂലി മരുന്നായിട്ടാണ് മുത്തശ്ശി വന്നത്. അതെ, മുത്തശ്ശി നന്നായിട്ട് ഉറങ്ങുന്നത് കൊണ്ടും അതേപോലെ വെള്ളമൊക്കെ കുടിക്കുന്നത് കൊണ്ടും മുത്തശ്ശിക്ക് കണ്ണിന് ചുറ്റും കറുപ്പൊന്നുമില്ല. കറുപ്പൊന്നും വന്നിട്ടില്ല, ഉറക്കം കുറവാണ്. ഉറക്കം കുറവാ, പക്ഷെ എന്നാലും കണ്ണിന് കറുപ്പൊന്നും വന്നിട്ടില്ല. ശരിക്കും ഒരു 7-8 മണിക്കൂർ ഉറങ്ങണം എന്നല്ലേ പറയാ. നല്ല വെള്ളം കുടിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കാം. ഓ, ഗ്യാസിലുള്ള പരിപാടിയാ? ലൈറ്റർ ഇല്ല, തീപ്പെട്ടിയാ. അതെ, എന്നാ കത്തിച്ചോളൂ. ഗ്യാസ് കത്തിക്കായി നമ്മള് ഫസ്റ്റ്. വെള്ളമൊക്കെ തിളച്ചു വന്നു. യെസ്, നമ്മള് ഇതിലേക്ക് 1 സ്പൂണ് ഗ്രീൻ ടീ ഇട്ട് കൊടുക്കാം. ഇത് നല്ല തിളക്കണം അല്ലേ മുത്തശ്ശി? ഗ്രീൻ ടീ ഇട്ടിട്ടും നല്ല തിളക്കണം. തിളക്കണം. പിന്നെന്താ? കോഫി പൗഡർ. ഓ, ചായ കാപ്പിയും കൂടെ ഒരുമിച്ചാ കുടിക്കണേ? ഇത് കുടിക്കാനല്ല അല്ലേ? കുടിക്കാനല്ല, തേക്കാനാണ്. ആ, തിളച്ചോട്ടെ. ഇനി ഒന്ന് മിക്സ് ചെയ്തോളും അമ്മ, ഒന്ന് ഇളക്കിക്കോളും. ഇതിൽ കിടന്ന് നന്നായിട്ട് തിളക്കണല്ലേ? ഇപ്പതാ മുത്തശ്ശിയെ നല്ല കളർ ഉണ്ടല്ലോ. ഇതാ നമ്മള് പൊട്ടറ്റോ അങ്ങനെ സ്ലൈസ് ആക്കി വെച്ചതാണ്, അതിലിട്ട് കൊടുക്കാം. ആ, പൊട്ടറ്റോ ഇതിലിടണോ? എന്നിട്ട് അത് ഫുള്ള് ആ നീര് മുഴുവൻ ഇതിലേക്ക് പിടിക്കണോ? വലിച്ചു കുടിക്കും. ആ, അതെ അതെ അതെ, അത് ഫുള്ള് വലിയണം. എന്നിട്ട് നമ്മള് ചൂടാറിയിട്ട് എന്താ ചെയ്യാ? കണ്ണിന്റെ താഴത്ത് വെച്ചു കൊടുക്കാം അല്ലെ? ഓ, പൊട്ടറ്റോ അങ്ങനെ വെച്ചു കൊടുക്കാനാണ് അല്ലേ? ആ, ഓക്കെ. അപ്പൊ അതാവുന്ന ഇളക്കി കൊടുത്തോളുന്ന. ഇന്ന് 2 സൈഡും ഒന്ന് നല്ലോണം ഈ പറയണ കോഫി പൗഡറും 2 ഭാഗത്തും ഒക്കെ ഒന്ന് പിടിക്കുമല്ലോ. അപ്പൊ അതിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കണ്ണിൽ വെച്ച് കൊടുക്കേണ്ടത്. അതപ്പോ നമുക്ക് ഡെമോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? ചൂടാറാൻ കുറച്ചും കൂടെ താമസം വരും. ഇപ്പൊ നമ്മള് സമയം കൊറേ ലെങ്ത് ആയി പോകും. അപ്പൊ അതുകൊണ്ട് 1 ടീസ്പൂൺ ഗ്രീൻ ടീ, 1 ടീസ്പൂൺ കോഫി പൗഡർ, അതെ കോഫി പൗഡർ, പിന്നെ ഒരു 2-3 കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കണ്ണിന്റെ വലിപ്പത്തിന് എന്നുള്ള രീതിയിൽ കഷ്ണങ്ങളാക്കി പൊട്ടറ്റോ നമ്മൾ ഇതിലിട്ട് വേവിക്കുക, ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾ വെച്ചു കൊടുക്കുക, കണ്ണിന് താഴെ വെച്ചു കൊടുക്കുക. അപ്പൊ നല്ല തണുപ്പ് കിട്ടുമല്ലോ അല്ലേ? ആ, റെഡി ആയില്ലേ? നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ. ഈ കണ്ണിന്റെ ചുറ്റുള്ള കറുപ്പ് പോവാനേ ഒരു 5-6 വിധം രീതികളുണ്ട് നമുക്ക് ചെയ്ത് നോക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് തിരഞ്ഞെടുക്കാം. അതെ, എല്ലാം ഏകദേശം ഒരേ ഒരു വലിയ മാറ്റങ്ങളില്ല, കുറച്ചൊക്കെ രീതികള് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ ഒരേ ഫലമാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ ടിപ്പിലേക്ക് അമ്മയുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു മിനിറ്റ് കാണാല്ലേ അമ്മേ? നോക്കൂ. ഓക്കെ, അലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. ഇനി എന്താ? മഞ്ഞൾപ്പൊടി. അപ്പൊ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി ഉണ്ട്, മിക്സ് ചെയ്യാം. കുറച്ച് അലോവേറ ജെൽ ഉണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ? മിക്സ് ചെയ്തിട്ട് കണ്ണിന് ചുറ്റും തേക്കുക അല്ലേ? അതാ നമ്മളുടെ മിക്സ് ചെയ്തു ഇതില്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റാം. കുറച്ചെടുത്തിട്ടുള്ളൂ ഇപ്പൊ, കാരണം നമുക്ക് എല്ലാ സാധനത്തിനും അലോവേറ ജെല്ല് വേണം. അതുകൊണ്ട് നമ്മള് കുറച്ചെടുത്തിട്ട് കാണിച്ചു തരാണ് കേട്ടോ. ഇനി അതൊന്ന് മുത്തശ്ശിയുടെ കണ്ണിന് താഴെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതെന്തായാലും ചൂടാറുണ്ടല്ലോ. മുത്തശ്ശി ഡെമോ ആണെന്ന്. ഇങ്ങോട്ട് കാണിക്കൂ മുത്തശ്ശി, ഇങ്ങോട്ട് തിരിയൂ. കണ്ണടക്കണ്ട, കണ്ണു തുറന്നോളൂ. ആ, കണ്ണിന് താഴെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. മുത്തശ്ശി തണുക്കുണ്ടോ? പക്ഷെ ഞങ്ങൾക്കൊക്കെയാണ് ഇത് ചെയ്ത് തരാറുള്ളത്. അതാണ് ഇങ്ങനെ പരിചയമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. അപ്പൊ ഒരു കണ്ണിന്റെ ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് രണ്ടാമത്തെ ടിപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ ടിപ്പ് വെരി സിമ്പിൾ ആണല്ലോ. അലോവേറ ജെല്ലും മഞ്ഞൾപ്പൊടി മാത്രം മതി അല്ലേ? അങ്ങനെ കുറച്ചൊരു കാലതാമസം എടുക്കുന്നേ ഉള്ളൂ അല്ലേ? കാരണം ആയുർവേദ ട്രീറ്റ്മെന്റ് പോലെ ഔഷധത്തിന്റെ സംഭവം അല്ലേ? നമ്മള് അലോപ്പതി പോലെ പെട്ടെന്ന് നമ്മൾ കണ്ണിൽ ഇപ്പൊ തേച്ചിട്ടുള്ള സംഭവം മാറി കിട്ടുന്ന രീതിയിലല്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോ കുറെ അണ്ടർ ഐ ക്രീമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്, 400-500 രൂപയാണ്. അതിന് നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞപ്പൊടി വാങ്ങിയിട്ട് മുഖത്തിടാം അല്ലേ? കണ്ണിന് താഴെ ചെയ്യാം. മഞ്ഞള് അതെ, വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞളാവുമ്പോ അത്രയും നല്ലതാണ് അല്ലേ?
അപ്പൊ നമ്മളുടെ രണ്ടാമത്തെ ടിപ്പ് അങ്ങനെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാലോ? പോവാം. അപ്പൊ മക്കളെ അരിപ്പൊടി പൊടിച്ചതാണ്. ഇത് എത്രാമത്തെ ടിപ്പാ? മൂന്നാമത്തെ ടിപ്പാണ്. അരിപ്പൊടി, ഉരുളക്കിഴങ്ങ്. അത് തോല് കളയണ്ടേ? തോല് കളയണ്ടല്ലേ? നന്നായിട്ട് കഴുകുക. കഴുകിയ ശേഷം അതിന്റെ ജ്യൂസ് എടുക്കണോ? ജ്യൂസ് എടുക്കണം. അപ്പൊ പൊട്ടറ്റോന്റെ ജ്യൂസില് അരിപ്പൊടി മിക്സ് ചെയ്യാണ് ചെയ്യുക. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം. ഇതെനിക്ക് നല്ല രസമായിട്ട് തോന്നി. കണ്ണിന് നല്ല തണുപ്പും കിട്ടുന്നുണ്ട്. പൊട്ടറ്റോ ഉള്ളതല്ലേ? പൊട്ടറ്റോ നമുക്ക് സ്കിന്ന് ലൈറ്റൻ ചെയ്യാൻ നല്ല ഒരു ഈസി മെത്തേഡായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. പച്ചക്കറികളിൽ നിറം നൽകുന്ന ഒരു വസ്തു പൊട്ടറ്റോ, കുക്കുംബർ, ഓറഞ്ച് ഫ്രൂട്ടിൽ പെടുമല്ലോ അല്ലേ? അപ്പൊ മുത്തശ്ശി, അരിപ്പൊടിയും പൊട്ടറ്റോ, ഇത് നമ്മളെ മൂന്നാമത്തെ ടിപ്പ് അല്ലേ? ഈ നാലാമത്തെ ടിപ്പിലേക്ക് പോയാലോ? നമ്മളെന്താ വെച്ചാല് പൊട്ടറ്റോ ജ്യൂസിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കണ്ണിന് ചുറ്റും പെരട്ടെ അല്ലെ? മുത്തശ്ശി, ഇത് നമ്മള് രാത്രി കിടക്കുമ്പോ ചെയ്യാണോ നല്ലത്? അതെ അല്ലെ? രാത്രി രാവിലെ കഴുകിക്കളയാം അല്ലെ? കാരണം നമുക്ക് രാത്രിയും പത്രയും നല്ല ഉറക്കം കിട്ടുമല്ലോ അല്ലെ? അതെ, അപ്പൊ നമുക്ക് നല്ല റെസ്റ്റ് കിട്ടും. അപ്പൊ എല്ലാരും അത് ശ്രദ്ധിക്കുക അല്ലെ? രാത്രി കിടക്കുമ്പോ വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ്, നാലാമത്തെ ടിപ്പ് എന്താ മുത്തശ്ശി? നാലാമത്തെ ടിപ്പില് ഉലുവ നല്ലോണം കഴുകിയിട്ട് ഉണക്കിയെടുക്കുക. വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയാൽ ഉണക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ അത് പൊടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ കുറുക്കി ഇങ്ങനെ എടുക്കുക. വറ്റിക്കണോ? ഒരു നല്ലോണം വറ്റിയിട്ട്. മുത്തശ്ശി, അതിലേക്ക് എത്ര ഗ്ലാസ് ആണ് വെള്ളം ഒഴിക്കേണ്ടത്? ഉലുവയിലേക്ക് ഉലുവ പൊടിച്ചു. ഇപ്പൊ നമ്മള് പൊടിച്ചതിലേക്ക് നമ്മള് വെള്ളം തിളപ്പിക്കണത് ഒരു അര ഗ്ലാസ്, ഒരു ഗ്ലാസ് മതിയോ? കുറുകി വരണം. നമ്മൾ ഉലുവ എടുക്കണതിനനുസരിച്ചാണ് അല്ലെ? ഇപ്പൊ ഒരു 4 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം എടുത്ത് വറ്റിച്ചാൽ മതി ഉലുവേനെ. അപ്പൊ ഉലുവയാകുമ്പോ കുറച്ച് നല്ലോണം കൊഴുപ്പ്. അതെ അതെ കൊഴുപ്പുള്ളതാണ്. അപ്പൊ വേഗം പറ്റും. അപ്പൊ ഒരു ക്രീം പോലെ തന്നെ ആവും അപ്പൊ തന്നെ. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം അലോവേറ ജെൽ അതിൽ ചേർത്തിട്ട് ക്രീം പോലെയായിട്ട് കണ്ണിന്റെ താഴെയൊക്കെ ചെയ്ത് തേച്ചു കൊടുക്കുക. അത് നല്ല വ്യത്യാസം വരുമോ? നല്ല വ്യത്യാസം വരും. അപ്പൊ മക്കളെ, കണ്ണിന് ഏറ്റവും നല്ലതായിട്ട് നമ്മൾ വേസ്റ്റ് ആക്കി കളയണേ ഒരു സാധനത്തിന്റെ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. അതേതാ സംഭവം? പറഞ്ഞോളൂ മുത്തശ്ശി, കേക്കട്ടെ. ചായ ഉണ്ടാക്കില്ലേ അമ്മു? ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ ചണ്ടി നമ്മള് കളയൂലോ. ചിലവർ റോസും പൂവിലൊക്കെ ഇട്ട് കൊടുക്കും. ചിലവരിത് കുറച്ചല്ലേ നമ്മളങ്ങനെ പാത്രം കഴുകുമ്പോ കഴുകി കളയും. അപ്പൊ അതില്ലാതെ അത് സൂക്ഷിച്ചു വെക്കുക. അത് കളയരുത്. ആ ചണ്ടി മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇത് അപ്പോഴേക്ക് ചൂടാറും. അതങ്ങനെ കിഴിക്കെട്ടുക. ചെറിയൊരു കിഴി നമ്മൾ ഉറുമ്പൊക്കെ വരുന്നതിന് ഇങ്ങനെ ഉറുമ്പ് പൊടിയൊക്കെ ആയിട്ട് കെട്ടാറുണ്ട്. അപ്പൊ ആ മാതിരി അങ്ങനെ കിഴിക്കെട്ടി വെച്ചിട്ട് കുഞ്ഞു കിഴിക്കെട്ടല്ലേ? എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുക. എത്ര? ഒരു 2-3 മിനിറ്റ് മതിയോ? 3 മിനിറ്റ് ഫ്രിഡ്ജിൽ. അപ്പൊ കുറച്ച് തണുപ്പ് കിട്ടൂലോ. ആ തണുപ്പ് കിട്ടിയിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ കണ്ണിനിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിന് ചിലർക്ക് സമ്മർദ്ദം അങ്ങനെ മാനസിക സമ്മർദ്ദം തോന്നും നന്നായിട്ട്. അപ്പൊ കണ്ണിന് റിലാക്സേഷൻ ആവില്ലേ? ചെയ്യുമ്പോ ഒരു തണുപ്പ് കിട്ടുമ്പോ നമുക്കൊരു ഉഷാറ് തോന്നും. അപ്പൊ അങ്ങനെ ഉഷാറ് വരുമ്പോ ഈ ഓട്ടോമാറ്റിക്കലി മാറി കിട്ടും അല്ലേ? അപ്പൊ ഇത് ഡെയിലി ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഡെയിലി രാത്രി ചെയ്യായിരിക്കും നല്ലല്ലേ? ഈ ചണ്ടി ഇപ്പൊ രാവിലത്തെ ചണ്ടി രാത്രി എടുത്ത് വെച്ചാൽ കുഴപ്പമില്ലല്ലോ? കേടുവരുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വരും. ചിലവരെന്താ വെച്ചാൽ രാവിലെ ചായ ഉണ്ടാക്കും, വൈകുന്നേരം ചായ ഉണ്ടാക്കും. എടുത്ത് വെച്ചാൽ അത്യാവശ്യം 2-3 ആളുള്ള വീട്ടിലൊക്കെ. അതെ മുത്തശ്ശി, ഈ ചായയുടെ ചണ്ടിക്ക് പകരം ഗ്രീൻ ടീന്റെ പറ്റുമോ? അതും ചെയ്യാം. ഗ്രീൻ ടീന്റെ പറ്റൂലേ? കാരണം ചിലവർ ചായ കുടിക്കണവരില്ലെങ്കിൽ ഇപ്പൊ ഒക്കെ നന്നായിട്ട്. അതെ അതെ, കാരണം ഇപ്പൊ എല്ലാരും ഹെൽത്ത് നോക്കണോണ്ടേ പാലൊഴിച്ചതൊന്നും കുടിക്കില്ല, മധുരം എടുത്ത് ഇല്ല. അപ്പൊ കട്ടൻ ചായ ഉണ്ടാക്കാന്ന് വെച്ചാൽ അങ്ങനെ പൊടി ഉണ്ടാവില്ല, ലേശല്ലേ ഇടുള്ളൂ. അപ്പൊ ഗ്രീൻ ടീ ആണെങ്കിൽ നല്ലതാ അല്ലേ? അപ്പൊ ഇത് നമ്മളുടെ മൂന്നാമത്തെ ടിപ്പ്. നമ്മൾ കളയുന്ന വേസ്റ്റിൽ നിന്നും കണ്ടെടുത്ത ഒരു ടിപ്പാണ് അല്ലെ? ഇതെല്ലാവർക്കും നല്ലവണ്ണം കണ്ണിന് വ്യത്യാസം വരും. ഇതെല്ലാരും ചെയ്തു നോക്കണം ഈ ഒരു ടിപ്പ്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതെ, ഇത് 4 5 ആയോ? ഓഹോ, അപ്പൊ നമ്മളിന്ന് കൊറേ ടിപ്പ് പറഞ്ഞു കൊടുക്കണ്ട എല്ലാവർക്കും. 4-5 പറഞ്ഞു. അതെ അല്ലെ? അപ്പൊ ഇനി നമുക്ക് വേറൊരു ടിപ്പും കൂടെ ഉണ്ട് ലാസ്റ്റ് അല്ലേ? അടുത്തൊരു ടിപ്പ് പറഞ്ഞു തരാ. വെയിറ്റിംഗ് ആണ്, പറഞ്ഞോളൂ. പശുപാൽ അധികം കിട്ടുവെച്ചാൽ അതാണ് അധികം നല്ലത്. അപ്പൊ അത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം അല്ലെ? തണുപ്പിക്കാം. അത് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ
ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക, പഞ്ഞിയിൽ മുക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക, ചെറിയ രീതിയിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഒരു മസാജ് പോലെ ആവും. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, അവിടെ രക്തോട്ടം കൂടുമല്ലോ, അപ്പൊ നല്ല ഗ്ലോ ആവും കണ്ണ് ഇപ്പോഴും നല്ല തിളക്കമുള്ള കണ്ണിനാണ് കാണാൻ ഭംഗി അല്ലേ. അപ്പൊ നമ്മള് മിസ്റ്റേക്കും കൊണ്ടാണ് അങ്ങനെ തിളക്കം കുറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പരിഹരിക്കാലോ അല്ലേ. ഇതെന്തായാലും നമ്മൾ ഇങ്ങനത്തെ അതെ. മുത്തശ്ശി ഞങ്ങൾക്കാണ്, ഞാനൊക്കെ എന്താ ബസ്സിലൊക്കെ ക്ഷീണിച്ച് വരുമ്പോഴേക്കേ മുത്തശ്ശി ഇതൊക്കെ ചെയ്തു തരലുണ്ട്. പക്ഷെ മുത്തശ്ശിയുടെ കണ്ണിന് കുഴപ്പമില്ല കേട്ടോ. മുത്തശ്ശിയുടെ കണ്ണിന് മറ്റേ ഐശ്വര്യ റായിയുടെ കണ്ണില്ലേ, മറ്റേ വേറൊരു കളറ്. മുത്തശ്ശി കണ്ണ് തുറക്കൂ, തുറക്കൂ. കൃഷ്ണമണിയുടെ അതെ, ആ കൃഷ്ണമണിയുടെ അവിടെ വേറൊരു കളറ്. ഭാഗ്യം തന്നെയാണ്. ഭാഗ്യല്ലേ ഇപ്പൊ. അതെ അതെ അതെ. അപ്പൊ അതെ, നമ്മള് അറിയാത്തവര് നമ്മളെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യല്ലേ. ആ ശരി തന്നെ, നമ്മളെ ജമീല ചേച്ചി അംഗനവാടി ടീച്ചറാ പറഞ്ഞു. അതെ. അപ്പൊ കണ്ടപ്പോഴേക്കും നമ്മള് വിമല ഫാർമസിക്ക് പോയതായിരുന്നു. നമുക്ക് 2-3 രാമച്ചം അങ്ങനത്തെ, നമ്മളിപ്പോ ഇനി അടുത്തൊരു വീഡിയോയില് നമ്മള് കുട്ടികൾക്ക് നിറം വെക്കാനും അതേപോലെ വലിയ ആൾക്കാർക്കും നിറം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കുങ്കുമാതി തൈലം കാണിക്കുന്നുണ്ട്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ പുറത്തുനിന്നൊന്നും ഇത്രയും പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു കാര്യമില്ല. കുങ്കുമാതി തൈലും നാൽപ്പാമരാതി തൈലവും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് കുറച്ച് പച്ചമരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നമ്മളൊന്ന് കടയിൽ പോയി. അപ്പൊ പോയപ്പോ കുറച്ച് ത്രിബല വാങ്ങിക്കാണ്ടായിരുന്നു, രാമച്ചം വാങ്ങിക്കാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി വരിക. അപ്പൊ ഉണ്ടോ ഒരു ചേച്ചി വന്നിട്ട്, ഇതാ യൂട്യൂബിൽ കണ്ട മുത്തശ്ശിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മുത്തശ്ശി അതേലോ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളെ കൈയൊക്കെ പിടിച്ച് ഒരുപാട് സന്തോഷമായി. മുത്തശ്ശിയുടെ കവളൊക്കെ ഇങ്ങനെ പിടിച്ചു. ജമീല പെരിന്തമണ്ണ തന്നെ വീട്, അംഗനവാടി ടീച്ചറാണ്. ഞങ്ങള് വീഡിയോ ചെയ്യുമ്പോ എന്തായാലും പേര് പറയാ പറഞ്ഞു. നല്ല സന്തോഷമായി, നല്ല ഇഷ്ടമായി, എന്നും കാണാറുണ്ട് ചാനൽ എന്നൊക്കെ പറഞ്ഞു. അതെ, ഇനി നന്നായിട്ട് നല്ല സന്തോഷമായി. അതെ, ആ ചേച്ചി അനുഗ്രഹിക്കും ചെയ്തു. ഇനി നന്നായി വളരട്ടെ, ചാനലൊക്കെ നല്ല രീതിയിൽ ഉയരട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളിങ്ങനെ പരിചയമില്ലാതെ നടന്നു പോകുമ്പോ നമ്മളെ പരിചയമില്ലാതെ വരുമ്പോ അതെ അതെ, കാരണം അങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്ക് എന്തായാലും ഉണ്ടായി. അമ്പലത്തിൽ പോകുമ്പോഴും പെരിന്തൽമണ്ണ ടൗണിലേക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകില്ല മുത്തശ്ശിയോട് എല്ലാവരും. പക്ഷെ ഞാൻ തോന്നാറുണ്ട്, ചിലർക്ക് അറിയാം, ചിലർ ഇന്നത് കണ്ടോണ്ടാ നോക്കുക. പക്ഷെ എന്നാലും നമ്മളായിട്ട് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ കേമത്തരം കൊണ്ട് പറയാ, എന്തായാലും മുത്തശ്ശി ഇങ്ങോട്ട് ചിരിച്ചില്ല അങ്ങോട്ട് ചിരിക്കും. അവരിങ്ങോട്ട് പരിചയപ്പെടുമ്പോ അപ്പൊ പിന്നെ ഞാനും അതിനനുസരിച്ച് പിന്നെ മുത്തശ്ശി വീട്ടിൽ ആരൊക്കെ ഉണ്ട്, പേര് അതൊക്കെ ചോദിക്കും മുത്തശ്ശി. അതെ അതെന്താ ചെയ്യണേ അതൊക്കെ ചോദിക്കും മുത്തശ്ശി. നമ്മളെ വീട്ടിലുള്ള ഒരാളോട് സംസാരിക്കണ പോലെ തന്നെ സംസാരിക്കും. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഇവിടെ ആനമങ്ങാട്ടുന്ന ഒരു ചേച്ചി വന്നിരുന്നല്ലോ അല്ലെ, സീത, ചേച്ചിയുടെ പേര് സീത എന്നാണ്. അങ്ങനെ ആ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വീട് അന്വേഷിച്ച് തിരുമാന്താംകുന്ന് അമ്പലത്തിന്റെ അവിടെ ഇറങ്ങി നടന്ന് വന്നു. കാരണം വഴി അറിയില്ല. ഈ ഭാഗത്തേക്ക് വരുന്നത്. അതെ, അപ്പൊ മുത്തശ്ശി കാണാൻ വന്നതാന്നൊക്കെ പറഞ്ഞു. ചായ കഴിച്ചപ്പോ ചായദോശ, മുത്തശ്ശിയുടെ സ്പെഷ്യൽ ചട്നിപ്പൊടിയൊക്കെ കഴിക്കാൻ പറ്റി. ഏതായാലും എനിക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റിയല്ലോ, നല്ല സന്തോഷമായിട്ട്. വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അല്ലെ, അവിടെ അടുത്താണ്. എന്തായാലും നമുക്ക് ഒരു ദിവസം പോണം, നമ്പറൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതെ അതെ, വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളെ അറിയാത്തൊരു വ്യക്തി നമ്മളെ പരിചയമായി വീട്ടിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോ സന്തോഷം കിട്ടുകയാണ്. അതെ, ഒരാള് പുതിയ ഒരാളെ പരിചയപ്പെടുമ്പോഴും അത്രയും ഇഷ്ടം കൊണ്ടാണല്ലോ വരുന്നത്. അതെ, പിന്നെന്താ കുറെ ആൾക്കാര് മുത്തശ്ശീനെ വാട്സപ്പില് പിന്നെ വിളിക്കാറുണ്ട്, ചിലവര് ഫോൺ മുഖാന്തരം വിളിക്കാറുണ്ട്, അങ്ങനെ പരിചയപ്പെടാറുണ്ട്. പിന്നെ ഇവിടുന്ന് കണ്ട മെസ്സേജ് അയക്കാറുണ്ട്. അതൊക്കെ മുത്തശ്ശിക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ മുത്തശ്ശി പ്രായമായിട്ടും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ ഞാൻ വിചാരിക്കാറുണ്ട്. അതെ, പിന്നെ മുത്തശ്ശി ഇന്നലെ പറഞ്ഞിരുന്നു കടുമാങ്ങ ലണ്ടനിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാള് മുത്തശ്ശി എടുത്ത്, ഒരു ചേട്ടനാണെന്നാ പറഞ്ഞ് മുത്തശ്ശിയോട് ചോദിച്ചു അത്രേ. അതമ്മ അറിഞ്ഞോ? ബോംബെക്ക് പറഞ്ഞിട്ട് ലണ്ടനിലേക്ക്. മുത്തശ്ശിയുടെ കടുമാങ്ങ എവിടൊക്കെയാണ് ഇനി എത്തണത്? ബോംബെ, ലണ്ടൻ, ഇവിടെ ഒന്നല്ല, ഒക്കെ ലോകം അധോലോക കളികളാ മുത്തശ്ശിക്ക്. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോ അങ്ങനെ സംസാരിച്ചേ ഉള്ളൂ കേട്ടോ.
അപ്പൊ നമ്മളുടെ ഈ ഒരു പൊടിക്കൈകളൊന്നും ആരും മറക്കരുത്. സംസാരത്തിൽ അങ്ങോട്ട് മുഴുകിയിട്ട് ആരും നമ്മളിന്ന് മാർക്കറ്റിൽ പോയപ്പോ ഉണ്ടായ അനുഭവം പറഞ്ഞതാണ്. കൂടെ ഒന്ന് പറഞ്ഞു. അതെ, ഒരു ടീച്ചറാണെന്നുള്ളൊരു ഇതോ അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. പാവം വന്ന് കൈ വന്ന് പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് നന്നായിട്ട് സംസാരിച്ചു. നമ്മള് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു ചേച്ചിയെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല സന്തോഷമായി. അതെ അതെ. അപ്പൊ ജമീല ഈ വീഡിയോ കാണുകയാണെങ്കിൽ നല്ലൊരു ഹായ്. ജമീല ചേച്ചി ഹായ്. അപ്പൊ മുത്തശ്ശിയെ ഈ വർത്താനത്തെ കൂടിയൊക്കെ എല്ലാരും നമ്മളെ പൊടിക്കൈകളൊക്കെ മറന്നുപോയി. ഒന്നുകൂടി എടുത്ത് പറയാ, ഓർമ്മപ്പെടുത്താ. അത് എല്ലാ മക്കളും കേട്ടോളൂ. ആദ്യത്തെ ഏതായിരുന്നു? നമ്മള് ഗ്രീൻ ടീ, കോഫി പൗഡർ, പിന്നെ ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തത്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കുക. എന്നിട്ട് നമ്മള് ചൂടാറിയതിനു ശേഷം കണ്ണിന്റെ അടിയിൽ വെച്ച് കൊടുക്കുക. അത് ആദ്യത്തെ ടിപ്പ്. എല്ലാം ഈ കണ്ണിലൊക്കെ ചെയ്യണത് ഏറ്റവും കൂടുതൽ നല്ലത് രാത്രി ചെയ്യണമല്ലേ. ഓക്കെ, അതെല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ നമ്മളുടെ രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറയാം, കാരണം വെരി ഈസി ടിപ്പാണ്. മഞ്ഞളും അല്ല പാൽ നമ്മള് ലാസ്റ്റ് മുത്തശ്ശി പറഞ്ഞേ, മഞ്ഞളും അലോവേര ജെല്ലും. കറ്റാർവാഴയൊക്കെ പണ്ടേയുള്ള സംഭവമായിരുന്നു. അപ്പൊ ചിലവർ ചോദിക്കാറുണ്ട് ഫ്രഷ് കറ്റാർവാഴയാണെങ്കിൽ പറ്റുമോ? അതും പറ്റൂല്ലേ, നമ്മളിപ്പോ ചെടിയിൽ നിന്ന് എടുക്കണ ജെല്ലാണെങ്കിലും പറ്റും. അപ്പോ മഞ്ഞൾപ്പൊടിയും കറ്റാർവാഴ ജെല്ലും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ നമ്മളെ പൊട്ടറ്റോയും അരിപ്പൊടിയും. പൊട്ടറ്റോ അരിപ്പൊടിയാണ് മൂന്നാമത്തെ. പിന്നെ നാലാമത്തെ എന്തായിരുന്നു വെക്കണത്? പിന്നെ നാലാമത്തെ നമ്മളെ ഉലുവ. ഉലുവ ഞാൻ മറന്നു മുത്തശ്ശിയാണ് ഇതൊക്കെ ഓർത്ത് വെക്കണ ആള്. എന്നിട്ടാണ് മുത്തശ്ശി ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരാറുള്ളത്. പൊടിച്ചിട്ട് പിന്നെ അതരിക്കുക. ഇനി അത് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊരു ഷോർട്സ് പോലെ ഒരു ദിവസം ചെയ്യാം, ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കുന്ന ദിവസം. എന്നിട്ട് നമ്മൾ അതിലേക്ക് പാല് അല്ലെങ്കിൽ അലോവേര ജെല്ല് ഏതായാലും മതി. പാലാണെങ്കിൽ നല്ലത് തന്നെ. അലോവേര ജെല്ല് എന്തായാലും മറക്കരുത്. അലോവേര ജെല്ലും കൂടെ ചേർത്ത് ക്രീം ആക്കിയിട്ട് നമുക്ക് കണ്ണിനടിയിൽ പുരട്ടി കൊടുക്കാം അല്ലെ. പിന്നെ ലാസ്റ്റ് ഇപ്പൊ നമ്മള് പറഞ്ഞത് പാല് അല്ലെ. പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പഞ്ഞിയിൽ മുക്കിയിട്ട് തേക്കും. പഞ്ഞിയിൽ മുക്കിയിട്ട്. അതെ. പിന്നുള്ളത് നമ്മളുടെ നമ്മളിപ്പോ പറഞ്ഞതിൽ ഏതായിരുന്നു? നമ്മളൊരു കിഴി. ചായപ്പൊടി. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. വേസ്റ്റ് ആയ ചായപ്പൊടിന്ന്. അപ്പൊ നമ്മള് ചായപ്പൊടിയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞതിന്റെ ആ ചായപ്പൊടിന്ന് നമുക്ക് ആ ചണ്ടിയിൽ നമ്മൾക്ക് അത് കിഴി കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കണ്ണിലിങ്ങനെ വെച്ചു കൊടുത്താൽ മതി അല്ലേ. അപ്പോ നമ്മളുടെ ഇന്നത്തെ പൊടിക്കൈകളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അതെ. പിന്നെ നമ്മുടെ അടുത്ത് വേറൊരു സംഭവം ഉണ്ട്, കഞ്ഞിവെള്ളം കൊണ്ട് എങ്ങനെ മുടി കറുപ്പിക്കാം. അത് നമ്മൾ ഉടനടി ചെയ്യല്ലോ മുത്തശ്ശി? അതെ. കാരണം പിന്നെ വേറൊരു കാര്യം, കമന്റ്സ് മുത്തശ്ശി വായിച്ചതിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാ സംഭവങ്ങളും പറ്റിക്കൊള്ളണം എന്നില്ല. ചിലർക്ക് ഇപ്പൊ നമുക്കറിയാലോ നമ്മളുടെ ഇപ്പൊ നമുക്ക് തണുപ്പ് തട്ടണത് ഏതാ തലയ്ക്ക് എന്നൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ എല്ലാ എണ്ണകളും എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ നമ്മളിപ്പോ അന്ന് കാച്ചി എണ്ണ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും പറ്റണതാണ്. കാരണം കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് നീരിറക്കം വരില്ല. പിന്നെ നമ്മളുടെ ഡൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്രയും നമ്മുടെ തലയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലവരുടെ മുടിക്ക് പെട്ടെന്ന് പിടിക്കും, ചിലവർക്ക് ബ്രൗൺ നിറാവും, ചിലർക്ക് നല്ല ബ്ലാക്ക് ആവും. ഇപ്പൊ മുത്തശ്ശിക്ക് ഇപ്പൊ വാട്സപ്പിൽ 3-4 പേര് അയച്ചെന്നില്ലേ അനുഭവം, അവരിത് ചെയ്തിട്ട് നല്ല അനുഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ 2-3 കമന്റ്സ് നമ്മൾ അത് ചെയ്തതിന്റെയും കണ്ടു. ചിലവർക്ക് ചെയ്തിട്ട് അത് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വേറെ രീതിയിൽ നമ്മൾ ഡൈ ചെയ്യണതിന്റെയും നമ്മൾ വീഡിയോ ഇടാം കേട്ടോ. കാരണം ഡൈ നമുക്ക് ജീവിതത്തിൽ ഇപ്പൊ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇപ്പൊ എനിക്ക് 26 വയസ്സായി, ഒരു 8-10 തലമുടി നരച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ. അപ്പൊ എനിക്കൊരു 38-40 വയസ്സാകുമ്പോഴേക്കും ഞാൻ മുത്തശ്ശീന്റെ അപ്പുറമാവും തലമുടി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഡൈ എങ്ങനെ ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ രീതികളും മാറ്റം വന്നല്ലോ അല്ലെ. സമയത്തിന് കുട്ടികളെ പഠിക്കുക, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ടെൻഷൻ ഉള്ളവരുണ്ടാവും. പിന്നെ എനിക്ക് പിന്നെ മുത്തശ്ശി കാച്ചി തന്ന എണ്ണ തേക്കുമ്പോ വ്യത്യാസം വരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അധികം എണ്ണ തേക്കാറില്ല. കാരണം എന്താ പറയാ, മുടി ഉണ്ടല്ലോ ആ ഒരു വിശ്വാസത്തില് ഇത് പോകുന്നുള്ളൊരു പേടി. കമന്റിൽ ഞാൻ കണ്ടിരുന്നു, എന്താ പിന്നെ അമ്മൂമ്മളുടെ മുടി എന്താ ചെമ്പിച്ചിരിക്കണെന്ന്. ഇതിന്റെ ഒറിജിനൽ മുടി ചെമ്പിച്ചിട്ട് തന്നെയാണ്. ഞാൻ പറയണത് അതിന് റിപ്ലൈ കൊടുക്കാം, മുത്തശ്ശിയോട് പറഞ്ഞിട്ട് കൊടുക്കാന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പൊ ചെറുപ്പത്തിലെ അമ്മൂന്റെ മുടി അതെ, എന്റെ മുടി എണ്ണ തേച്ചാലും തേച്ചില്ലെങ്കിലും എന്നാ പിന്നെ എണ്ണ തേച്ച ദിവസം കുറച്ചൊരു കറുപ്പുണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതെ. അപ്പൊ എനിക്ക് ജന്മനുള്ളതാണ്, നമുക്കൊന്നും മാറ്റാൻ കഴിയില്ല. അപ്പൊ ശരിക്കും എനിക്കതൊരു ബെനിഫിറ്റ് ആണ്. മുടി കളർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ എല്ലാരും ഫാഷന് മുടി കളർ ചെയ്യുന്നില്ലേ, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അല്ലാണ്ട് തന്നെ നാച്ചുറൽ കളർ ഉണ്ട് എന്റെ
അപ്പൊ മുത്തശ്ശി ഞാൻ വെറുതെ ഓരോന്ന് പറയട്ടെ, ആരും വിചാരിക്കരുത് ഈ കുട്ടി എന്താ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണെന്ന്. അപ്പൊ എന്നാ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എല്ലാവർക്കും ചിലവര് നമ്മളെ സംസാരം നമ്മളോട് ഇങ്ങനെ സംസാരിക്കണ കേൾക്കുമ്പോ അല്ല നല്ല ഇഷ്ടമാണെന്നുള്ള പറയണതുണ്ട്. നിങ്ങളെ സംസാരം എന്താ കുറേ ഓവറാണല്ലോ എന്ന് പറയുന്നുണ്ട്. നമ്മളായിട്ട് ഇരിക്കുകയാണ്, നമ്മളങ്ങനെ അഭിനയിക്കുക, എല്ലാരും മുന്നിലും മനസ്സ് തുറന്ന് സംസാരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ സംഭവം. അതിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഈ പൊടിക്കൈകൾ ആരും മറക്കണ്ട, അത് വീണ്ടും വീഡിയോന്റെ തുടക്കം തൊട്ട് ഒന്നുകൂടെ കണ്ടോളൂ. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് കണ്ണിന് ചുറ്റും കറുപ്പൊക്കെ മാറിയിട്ട് നല്ല സുന്ദരന്മാരായിട്ട് നിൽക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ മുത്തശ്ശി നാളെ വരാം. ബൈ ബൈ. ബൈ.